ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ? അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് ഇരിക്കട്ടെ. ഞാൻ രാവിലെ തന്നെ എണീച്ച പാടെ വീഡിയോ ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ ഇപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് ഈ വിൻഡോസിൻ്റെ അവിടേക്ക് വന്നിട്ട് വിൻഡോസൊക്കെ ഓപ്പൺ ചെയ്ത് കുറച്ച് ഫ്രഷ് എയർ ഇങ്ങനെ കൊള്ളും. പല്ലം തേക്കണതിന് മുന്നേ തന്നെ വന്ന് നിന്നിട്ട് പിന്നെ അങ്ങനെ കുറച്ച് നേരം പുറത്തേക്കൊക്കെ നോക്കി നിൽക്കും. വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് കാര്യമായിട്ട് ഇങ്ങോട്ട് അഭിനയിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പുറത്തൊക്കെ നോക്കിയിട്ട് ഇന്ന് എന്തൊക്കെ ചെയ്യണം, ഒരു ഡേയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നൊക്കെ ഒന്ന് ആലോചിച്ച് കുറച്ച് നേരം പുറത്തൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കും. അങ്ങനെ പുറത്ത് നോക്കി നിൽക്കുമ്പോഴാണ് നമ്മുടെ പുറത്തുള്ള ചെടികളൊക്കെ ഇങ്ങനെ വാടി തുടങ്ങിയിട്ടുണ്ട്. ആ അച്ഛനും അമ്മമ്മയും അപ്പുറത്തെ വീട്ടിലത്തവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിൻ്റർ കഴിയാനായല്ലോ, അപ്പോൾ എല്ലാം ഉണങ്ങും, ഇനി നെക്സ്റ്റ് വിൻ്റർ ആകുമ്പോഴേക്കിനാണ് അവർ പുതിയ ചെടി വെക്കുകയെന്ന്. അപ്പോൾ അങ്ങനെ അതൊക്കെ നോക്കി കഴിഞ്ഞിട്ട് ഒന്ന് പല്ലൊക്കെ തേച്ച് അന്നത്തെ പരിപാടികൾ തുടങ്ങുകയാണ്. അന്ന് ഞങ്ങൾ എല്ലാവരോടും നോമ്പ് തുറക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സായിട്ടുള്ള ജിഷ, ഷമീല, അർഷാല, അലിയാസിനോടും നോമ്പ് തുറക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വരുമ്പോൾ ഞാൻ അവർക്ക് എന്തൊക്കെ ഫുഡാണ് ഉണ്ടാക്കിയത്, പിന്നെ ആ ഒരു ഡേ എങ്ങനെയാണെന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. രാവിലെ തന്നെ ഞാൻ ഫസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. ക്ലീൻ ചെയ്യൽ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കുക്കിങ്ങിലോട് കിടക്കാമല്ലോ. ഓൾറെഡി കുറച്ച് ലേറ്റായിട്ടാണ് എണീച്ചിട്ടുള്ളത്. ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട് എണീച്ചപ്പോൾ. അപ്പോൾ എണീച്ച പാടന്നെ ഞാൻ വേഗം സോഫയൊക്കെ ഒന്ന് വാക്യൂം ചെയ്തെടുക്കുകയാണ്. മുടിയൊക്കെ അങ്ങനെ ഇടയ്ക്ക് പറ്റി പിടിച്ചിരിക്കലുണ്ട്. അങ്ങനെ സോഫയൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ 2 വിൻഡോസിൻ്റെ ഇടയിൽ ഇതുപോലെ നല്ല പൊടി ഉണ്ടാവലുണ്ട്. നമ്മൾ സ്വാഭാവികമായിട്ടും ഉണ്ടാവുമല്ലോ, വിൻഡോസ് എപ്പോഴും ഓപ്പൺ ചെയ്തിടലുണ്ട്. അപ്പോൾ പുറത്തത്തെ പൊടി എനിക്ക് കയറും. അപ്പോൾ ഒരു 2 വീക്സൊക്കെ കൂടുമ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വാക്യൂം ചെയ്തെടുക്കും. അതിനുശേഷം മാറ്റും വാക്യൂം ചെയ്തു. അതിനുശേഷം പിന്നെ എല്ലാം ഷടപടേന്ന് ഞാൻ ചെയ്യാൻ തുടങ്ങി. അന്നൊക്കെ വേണ്ടിയിട്ടുള്ള ഫുൾ ഉള്ളിയൊക്കെ ഒന്ന് എണ്ണി പെറുക്കി വെച്ചു തൊലിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം കുറച്ച് ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ട് വേവിക്കാൻ വെച്ചു, ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്. ഒരു ഭാഗത്ത് ഐസുമോൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ള മുട്ട പുഴുങ്ങാൻ വെച്ചു. പിന്നെ ഈ കുപ്പികളൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞിരിക്കണ കാണുമ്പോൾ ഒരു സമാധാനമൊക്കെ ഇടും. കഴിഞ്ഞ ദിവസം ലൂലു പോയപ്പോൾ ഇങ്ങനെ കുറിക്കാനുള്ള സാധനങ്ങളൊക്കെ കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു. ഇത് മൂങ് ദാലാണ് കേട്ടോ, നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് കണ്ടപ്പോൾ എടുത്താണ്. അതിൽ റീഫിൽ ചെയ്യാലോ പറഞ്ഞിട്ട്. ഈ ഒരു സെറ്റ് കിട്ടിയപ്പോൾ മുതൽ തന്നെയാണ് പണി. കഴിയുന്നു റീഫിൽ ചെയ്യുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിൻ്റെ ഇടയിൽ ബാക്കിയുള്ള ക്ലീനിങ് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. അടിച്ചു വാരി തുടച്ചു. ഇതൊക്കെ എപ്പോഴും ഇങ്ങനെ വീഡിയോയിൽ കാണിക്കുന്നതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അതിനുശേഷം പിന്നെ ബീഫ് റോസ്റ്റിൻ്റെ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. ഞാൻ എപ്പോഴും ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ എല്ലാ മസാലപ്പൊടികളും അതേപോലെ ഉള്ളി, തക്കാളി അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുക്കറിൽ വിസിൽ ചെയ്തിട്ട് പിന്നെ ഇതാക്കുകയാണ് ചെയ്യാം. ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് അതിലേക്ക് റോസ്റ്റാക്കി എടുക്കുകയാണ് ചെയ്യാം. എൻ്റെ ബീഫ് റോസ്റ്റ് ഈ വരുന്നവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ എന്തായാലും നമ്മൾ ഉണ്ടാക്കണമല്ലോ. അങ്ങനെ മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് ഉള്ളിയും ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ കുക്കറിലിട്ടിട്ട് അങ്ങോട്ട് സ്റ്റൗവിൽ വെക്കും. അതാകുമ്പോൾ പിന്നെ അതിൻ്റെ പണി പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഒരു ഡിഷ് നമ്മൾ ഏറെക്കുറെ സെറ്റാക്കി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേഗം ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ഇതുപോലെ ഓരോന്നോരോന്ന് പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോസാണ്. ഞാനിങ്ങനെ എന്താ ഉണ്ടാക്കുന്നത് ജസ്റ്റ് പറയാം. ഇതിൽ മൊത്തം ചിലപ്പം കുക്കിംഗ് വീഡിയോസ് മാത്രമാവും. അപ്പോൾ ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി. ഞാൻ ഉദ്ദേശിച്ചത് എൻ്റെ കുക്കിങ്ങിൻ്റെ വീഡിയോസ് കാണാൻ ഇഷ്ടമുള്ളവർ ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മതി എന്നാണ്. കാരണം അധികം കുക്കിംഗ് വീഡിയോസ് ആണല്ലോ. അങ്ങനെ ഏകദേശം ഒരു 12 മണിയൊക്കെ ആയപ്പോൾ ഞാൻ സ്നാക്സ് ഉണ്ടാക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഫില്ലിങ്സൊക്കെ ഉണ്ടാക്കി വെക്കാം. ഇവിടെ ഒരു 5:30 ആ ഒരു സമയത്ത് ബാങ്ക് കൊടുക്കും. അപ്പോഴേക്കിനും ഇതൊക്കെ ആവും വേണമല്ലോ. അങ്ങനെ ഫസ്റ്റായിട്ട് നമ്മൾ ചില്ലി ചിക്കൻ ചട്ടിപ്പത്തിരി ആയിഷാസ് കിച്ചണിന്ന് നോക്കിയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഞാൻ കഴിഞ്ഞ നോമ്പിനും ഇത് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്കിഷ്ടമാണ്. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. ഫില്ലിങ് ആക്കണ ഒരു പണി മാത്രമേ ഉള്ളൂ. പിന്നെ അതിങ്ങനെ അതിൻ്റെ ഒരു ദോശ ഉണ്ടാക്കാനുണ്ട്, അതും. അങ്ങനെ അതിൻ്റെ മസാലകളൊക്കെ ഉണ്ടാക്കുകയാണ്. ഇത് മസാല ഉണ്ടാക്കാനും ഒരുവിധം സിമ്പിളാണ്. ഓയിൽ ഒഴിച്ചിട്ട് ഉള്ളി ഇടുക. അതിനുശേഷം ഉള്ളി ഒന്ന് വാടി വരുമ്പോഴേക്കും ഡയറക്റ്റ് ചിക്കൻ ബ്രസ്റ്റ് ചെറുതായി കട്ട് ചെയ്തിടുക. അതേപോലെ തന്നെ ഈ ക്യാപ്സിക്കം, ക്യാരറ്റ്, പിന്നെ ഉപ്പും സോയാ സോസും പെപ്പറൊക്കെയാണ് ഇതിൻ്റെ മസാല ആയിട്ട് വരുന്നത്. ഓവറായിട്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെ അതിൻ്റെ മസാല വേഗം ഉണ്ടാക്കി വെച്ചതിന് ശേഷം ഞാൻ അടുത്ത
സ്നാക്കിൻ്റെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്ത്. ഇത് ചിക്കൻ റോൾക്ക് ഉള്ളതാണ്. ആ പുള്ളിയൊക്കെ ഒന്ന് വാട്ടി. ഇതിന് വേണ്ടിയിട്ടായിരുന്നു നേരത്തെ ചിക്കൻ്റെ ബ്രസ്റ്റ് ഞാൻ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ മസാലയും വേഗമാക്കി. പിന്നെ നെക്സ്റ്റ് സ്നാക്ക് എന്ന് പറയുന്നത് ബീഫ് പോളയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോഴേക്കിനും കുക്കറിലുള്ള ബീഫ് ഓൾമോസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ബീഫ് എടുത്ത് ക്രഷ് ചെയ്തു. പിന്നെ ഉള്ളിയും ഇതൊക്കെ വാട്ടിയിട്ട് ബീഫും ഇതൊക്കെ ആയത്. പിന്നെ മുട്ട ഇതൊക്കെ ആയിട്ട് ബീഫ് പോളയും സെറ്റാക്കി വേഗം. അതിനുശേഷം പിന്നെ ഞാൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഞാൻ ചിക്കൻ്റെ സ്റ്റ്യൂ എന്ന് പറയാൻ പറ്റുമോയെന്നറിയില്ല. ചിക്കൻ്റെ ആ ഒരു വൈറ്റ് കളറ് കുറുമ പോലെ ഉണ്ടാക്കില്ലേ, അതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഈ ഒരു ചിക്കൻ കറിയുടെ റെസിപ്പി ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ആദ്യം ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു. പിന്നെ അതേപോലെ ഈ പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇട്ടു. അതിനുശേഷം ഉള്ളി ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളിയൊക്കെ വഴന്ന് വന്നപ്പോഴേക്കും നമ്മുടെ സൈഡിൽ വെച്ചിട്ടുള്ള ബീഫ് പോള റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മറിച്ചിട്ടിട്ട് ഓഫ് ചെയ്തു. എന്നിട്ട് വാടി വന്നിട്ടുള്ള ഉള്ളിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും അതേപോലെ തന്നെ പച്ചമുളകും ആഡ് ചെയ്തു. പച്ചമുളകും കുരുമുളകും മാത്രമാണ് ഇതിൽ നമ്മൾ എരിവിനായിട്ട് ചേർക്കുന്നുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ട് പച്ചമുളകും കുരുമുളകും ചേർക്കണം. അങ്ങനെ ചിക്കനൊക്കെ ഇട്ടു. പിന്നെ കുറച്ചുകൂടി ഉപ്പും അതേപോലെ തന്നെ കുരുമുളകും ഇട്ടിട്ട് മൂടി വെക്കുക. വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല, കാരണം ഓൾറെഡി ചിക്കനിന് കുറച്ച് വെള്ളം ഇറങ്ങി വരുമല്ലോ. അപ്പോൾ മൂടി വെച്ചിട്ട് വേവിക്കുക. ഒരു പകുതി വേവിച്ചാൽ മതി, ഫുള്ള് വേവിക്കണ്ട. അങ്ങനെ അതാകുമ്പോഴേക്കും ഞാൻ സൈഡിൽ ഐസമോനിക്കുള്ള ചോറൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഒരു ഉച്ചയൊക്കെ ആയിട്ടുണ്ട് ആ സമയം. ഒരു 3 മണി ആവാനായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറൊക്കെ തിളപ്പിച്ചൂറ്റി അതിന് ശേഷം നമ്മൾ ദോശ ഉണ്ടാക്കാനുള്ള ചട്ടി വെച്ചു. അപ്പോഴേക്കും നമ്മുടെ ചിക്കനൊക്കെ ഹാഫ് കുക്കായിട്ടുണ്ട്. അതിനുശേഷം ഞാനതിലേക്ക് കാഷ്യൂസ് അരച്ചതാണ് ഒഴിക്കുന്നത്. ഒരു 12 കാഷ്യൂസ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ ആദ്യം വാട്ടിയിട്ടുള്ള കുറച്ച് ഉള്ളിയും കൂടി എടുത്തിട്ട് അരക്കണം. ഞാൻ ഉള്ളി അരക്കാൻ മറന്ന്, കാഷ്യൂസ് മാത്രമാണ്. എന്നിട്ട് അതിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു. എന്നിട്ട് നന്നായിട്ട് കുക്ക് ചെയ്യാൻ മൂടി വെച്ചു. ആ സമയത്ത് ഞാൻ സൈഡിലായിട്ട് ദോശകൾ ചുട്ടെടുക്കുന്നുണ്ട്. മൈദൻ്റെ ദോശയാണ്. മൈദയും മുട്ടയും ഉപ്പും കുരുമുളകും വെള്ളമൊക്കെ ഒഴിച്ചിട്ട് മിക്സിയിലടിച്ച ബാറ്റർ ഇങ്ങനെ ഓരോ ദോശയായിട്ട് ചുട്ടെടുക്കുക. അത് നമ്മൾ പൊരിച്ച കടി ചിക്കൻ റോളിൽക്കും അതേപോലെ ചില്ലി ചിക്കൻ ചട്ടിപ്പത്തിരിയിൽക്കും ആവശ്യമുള്ള ദോശകളൊക്കെ ചുട്ടെടുത്തു. പിന്നെ നമ്മൾ ചിക്കൻ കറിയിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ തേങ്ങാപ്പാലിൻ്റെ പൊടി കിട്ടുമല്ലോ, അപ്പോൾ അത് കുറച്ച് കുറുക്കിയിട്ട് കലക്കി അതിലൊഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ചൂടാക്കി. അതിന് ശേഷം ഒരു കുറച്ച് പുതിന ലീവ്സ് ഇട്ടു. അതേപോലെ മല്ലിച്ചപ്പ് കുറച്ച് തോനെ ഇട്ടു. പിന്നെ ലാസ്റ്റ് കുറച്ച് ഗരം മസാലയും കൂടി മുകളിൽ തൂവി കൊടുക്കാം. ഇതൊക്കെ എൻ്റെ അമ്മേൻ്റെ റെസിപ്പിയാണ്. ഞാൻ രാവിലെ തന്നെ അമ്മേനെ ഫോൺ വിളിച്ചിട്ട് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് ചോദിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ അതിന് ശേഷം പുറത്ത് പോയി നോക്കുമ്പോൾ ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. നല്ലൊരു കാലാവസ്ഥയിൽ നിന്ന്. പിന്നെ ഞാനൊന്ന് ഫ്രഷായി വന്നിട്ട് പിന്നെ ഈ പൊരിച്ച കടികളൊക്കെ ഒന്ന് റോൾ ചെയ്ത് സെറ്റാക്കി വെക്കാൻ വിചാരിച്ചിട്ട് ക്യാമറ ഒക്കെ ഓണാക്കിയിട്ട് അങ്ങനെ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സമയം നോക്കുമ്പോൾ 4 മണി. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. ചടപടാന്ന് ഓരോന്ന് വേഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിക്കൻ റോളൊക്കെ ഫില്ലിങ് ആക്കിയിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചു. അതിന് ശേഷം നമ്മൾ ചില്ലി ചിക്കൻ ചട്ടിപ്പത്തിരി ഉണ്ടാക്കണം. അത് ആയിഷാസ് കിച്ചണിൻ്റെ അതിലൊരു വെറൈറ്റി ചട്ടിപ്പത്തിരിയാണ്. നമ്മളിങ്ങനെ അടുക്കി ഉണ്ടാക്കണതല്ല. ദോശ ഇങ്ങനെ ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് ട്രയാങ്കിൾ ഷേപ്സിൽ ഇങ്ങനെ മടക്കി ഒരു 3 മടക്കൽ അത്ര തന്നെ ഉള്ളൂ. പിന്നെ അത് മുട്ട ബാറ്ററിൽ മുക്കിയിട്ട് പൊരിക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗമാക്കി. അങ്ങനെ അതൊക്കെ ഏകദേശം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ നെക്സ്റ്റ് സ്നാക്ക് ഉണ്ടാക്കാനുള്ള തുടങ്ങി. ഇത് ബ്രെഡ് പോളയാണ്. ഇത് പിന്നെ വേഗം കഴിയും. അതിൻ്റെ മുകളിൽ ഞാനിങ്ങനെ നേന്ത്രപ്പഴം നെയ്യിൽ വാട്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഈ പോളൻ്റെ ബാറ്റർ ഒഴിച്ചപ്പോൾ തന്നെ വെച്ചപ്പോൾ അത് മുങ്ങിപ്പോവാ. ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട്
അതൊന്ന് കുക്കായതിന് ശേഷം ബാക്കിയുള്ള ബനാനാസ് വെക്കാൻ വിചാരിച്ചു. അതിൻ്റെ സൈഡിലായിട്ട് തന്നെ മറ്റേ പൊരിച്ചക്കടികളൊക്കെ ഇങ്ങനെ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം 5:30 ആകുമ്പോഴേക്കും ഇവിടെ ബാങ്ക് കൊടുക്കുമല്ലോ. പിന്നെ അവർ വരുമ്പോഴേക്കും എല്ലാം സെറ്റാക്കണ്ടേ വിചാരിച്ചിട്ട് എല്ലാതും ഇങ്ങനെ വേഗം വേഗം ചെയ്തുകൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നിരിക്കണം. ജ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്, ഫ്രൂട്ട്സ് കട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അവർ വന്നിട്ടാണ് സർവിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്. അങ്ങനെ ഒടുവിലെല്ലാം സെറ്റാക്കി ജ്യൂസ്, സ്നാക്സ്, ഞാൻ ഉണ്ടാക്കിയ എല്ലാ സാധനങ്ങളും വെച്ച് അങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട് നോമ്പൊക്കെ തുറന്നു. അങ്ങനെ നോമ്പറക്കലൊക്കെ കഴിഞ്ഞിട്ട് നിസ്കാരം കഴിഞ്ഞപ്പോൾ അജീഷ ചായ ഉണ്ടാക്കിയെന്ന്. ഓൾക്ക് നോമ്പറക്കൽ കഴിഞ്ഞ ഒരു തലവേദന വരാണ്ട്, അപ്പോൾ ചായയൊക്കെ ഉണ്ടാക്കി തന്നു എല്ലാവർക്കും. ചായയൊക്കെ കുടിച്ച് പിന്നെ ഒരു 9 മണിയൊക്കെ ആയിട്ടാണ് എല്ലാവരും ഫുഡ് കഴിക്കുക. അപ്പോൾ ആ ഒരു സമയത്തായപ്പോഴേക്കും ഞാൻ നെയ്പ്പത്തിൽ ഉണ്ടാക്കുകയാണ്. ഒരു കയ്യിൽ ഫോണും മറ്റേ കയ്യിൽ നെയ്പ്പത്തിൽ ഉണ്ടാക്കിയപ്പോൾ അതങ്ങോട്ട് കൊളായി. അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ, നമ്മൾ വീഡിയോ എടുക്കുകയാണല്ലോ, അപ്പോൾ അതങ്ങനെ കൊളാവും. അതിന് ശേഷം പിന്നെ നല്ല അടിപൊളിയായിട്ട് വന്നു. നെയ്പ്പത്തിൽ ഞാൻ പുട്ടുപൊടിയും കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഒരു വീഡിയോ കണ്ടിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ. അടിപൊളിയായി വന്നിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം പത്തിരി ചുട്ടു. പത്തിരി ഞാൻ ഓൾറെഡി പരത്തിയിട്ട് ഫ്രീസ് ചെയ്ത് വെച്ചിരുന്നു, അപ്പോൾ അതങ്ങോട്ട് ചുട്ടു. നെയ്ച്ചോറും ഞാൻ നേരത്തെ തിരക്കിൻ്റെ ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ വീഡിയോ എടുക്കാൻ അങ്ങനെ വിട്ടതാണ് ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. പത്തിരി, നെയ്പ്പത്തൽ, നെയ്ച്ചോറ്, ബീഫ് റോസ്റ്റ്. പിന്നെ തൃശ്ശൂർക്കാരാണ് ഷാലില്ലാസ്, അപ്പോൾ അവർക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവർ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് പത്തിരിയൊക്കെ കഴിക്കുക. പിന്നെ ബീഫ് റോസ്റ്റും ചിക്കൻ കറിയും നമ്മൾ നേരത്തെ കാണിച്ചില്ലേ. എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു സന്തോഷമാണ്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കള്ളനും പോലീസൊക്കെ കളിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒക്കെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ആ ഒരു ദിവസം അങ്ങനെ ഹാപ്പി ആയിട്ട് എൻഡ് ചെയ്തു.